ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. വെറും 2 ദിവസം കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ പൊന്നും പണവും കുമിഞ്ഞുകൂടും. അതായത് ജീവിതം കര കയറുവാൻ പോകുന്നു. 2025 ജൂൺ 6 അർദ്ധരാത്രി ചൊവ്വ അഥവാ കുജൻ കർക്കിടകം രാശിയിൽ നിന്നും ചിങ്ങം രാശിയിൽ പ്രവേശിക്കുന്നു. കഴിഞ്ഞ ഏപ്രിൽ 3 ചൊവ്വാഴ്ചയാണ് തൻ്റെ നീചരാശിയായ കർക്കിടകത്തിൽ പ്രവേശിച്ചത്. ജൂൺ 6 രാത്രി കർക്കിടകത്തിൽ നിന്നും ചിങ്ങം രാശിയിലേക്ക് സംക്രമിക്കുന്നു. 52 53 ദിവസങ്ങൾക്ക് ശേഷം ജൂലൈ 28 ചൊവ്വ ചിങ്ങം രാശിയിൽ നിന്നും കന്നി രാശിയിൽ പ്രവേശിക്കുന്നതാണ്. ചൊവ്വയുടെ ബന്ധുവായ ആദിത്യൻ്റെ ഭവനമാണ് ചിങ്ങം. അതിനാൽ ചൊവ്വയ്ക്കും ചിങ്ങരാശിയിൽ ബലമുണ്ട്. ഇതൊരു സാമാന്യ തത്വമാണ്. എന്നാൽ ചൊവ്വ ദുർബലനാകുന്നതും അപകടകാരി ആകുന്നതും കേതുയോഗം വരുന്നതിനാലാണ്. കേതു ചിങ്ങം രാശിയിലാണ് ഇപ്പോൾ. രാഹുവിൻ്റെ ദൃഷ്ടി ചൊവ്വയ്ക്കുള്ളതിനാൽ ചൊവ്വയുടെ പാപത്വം അധികരിക്കും. ശുഭഗ്രഹങ്ങളുടെ ചേർച്ചയോ യോഗമോ ചൊവ്വയ്ക്കുണ്ടാകുന്നില്ല എന്നതും വളരെയധികം പ്രസ്തവ്യമാണ്. കഴിഞ്ഞ കുറേ മാസങ്ങളായി കാളസർപ്പയോഗം തുടരുകയാണ്. ചൊവ്വ ചിങ്ങം രാശിയിൽ നിന്നും കന്നി രാശിയിലേക്ക് ജൂലൈ ഒടുവിൽ പ്രവേശിക്കുമ്പോഴാണ് കാളസർപ്പയോഗത്തിന് ഭംഗം വരുന്നത്. അക്കാര്യവും വളരെ പ്രധാനമാണ്. ചിങ്ങം രാശിയിൽ സംഭവിക്കുന്ന ഈ അത്യപൂർവമായ ചൊവ്വ കേതുയോഗം ഏതെല്ലാം രാശിക്കാർക്കാണ് അനുകൂലമാകുന്നതും ഏതെല്ലാം രാശിക്കാർക്കാണ് പ്രതികൂലമാകുന്നതെന്നും നോക്കാം. ആദ്യം മേടം രാശിക്കാരാണ്. അശ്വതി ഭരണി കാർത്തിക 1-ാം പാദം. 5-ാം ഭാവമായ ചിങ്ങം രാശിയിലേക്കാണ് ചൊവ്വ സംക്രമിക്കുന്നത്. 4-ാം ഭാവത്തിൽ നീചനായിരുന്നു. ചൊവ്വ ഇത്രയും കാലം തന്മൂലം സൃഷ്ടിക്കപ്പെട്ട മാനസിക ക്ലേശങ്ങൾ ചൊവ്വ 5-ാം ഇടത്തിൽ സഞ്ചരിക്കുമ്പോൾ ഇവയെല്ലാം ഉണ്ടാകില്ല. എന്നാൽ കേതുയോഗം മൂലം തെറ്റായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ വളരെയധികം സമ്മർദ്ദങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നതാണ്. പിടിവാശി കൂടുവാൻ ഇടയുണ്ട്. സുഹൃത്തുക്കളുടെ വാക്കുകൾ വില മതിച്ചേക്കില്ല. മക്കളുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ വേണ്ട കാലമാണ്. അവരെ നിരീക്ഷിക്കുവാൻ സമയം കണ്ടെത്തേണ്ടതുണ്ട്. പലരുടെയും ഉപദേശങ്ങൾ തൃണവൽഗണിക്കും. രഹസ്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നതിനാൽ എപ്പോഴും പിരിമുറുക്കം അനുഭവപ്പെടുന്നതാണ്. ഔദ്യോഗിക കാര്യങ്ങൾ തഴയപ്പെടുന്നുണ്ടോ എന്ന തോന്നൽ ശക്തമാകുന്ന കാലമാണ്. ധനവരവ് നിങ്ങൾ പ്രതീക്ഷിച്ചതിൽ നിന്നും അല്പം കുറയുന്നതാണ്. നവസംരംഭങ്ങൾ ഇപ്പോൾ പച്ച പിടിക്കണമെന്നില്ല. കഴിഞ്ഞു വന്നിരുന്ന എല്ലാവിധ ഉപാസനാദികൾക്കും തടസ്സം വരുവാനും ഇടയുണ്ട്. അടുത്തത് ഇടവം രാശിക്കാരാണ്. കാർത്തിക 2, 3, 4 പാദങ്ങൾ. രോഹിണി മകയിരം 1, 2 പാദങ്ങൾ. 4-ാം ഭാവത്തിലാണ് ചൊവ്വ കേതുയോഗം വരുന്നത്. പാപഗ്രഹങ്ങൾ 4-ാമിടത്തിൽ സഞ്ചരിക്കുമ്പോൾ മനക്ലേശമുണ്ടാകും. അകാരണമായ ഭയം, വിഷാദം ഇവ സംഭവിക്കാം. നിങ്ങളുടെ സുഹൃത്തുക്കളുമായി കലഹത്തിന് ഒരുമ്പിട്ടേക്കാൻ ഇടയുണ്ട്. ബന്ധുവിരോധവും സാധ്യതയാണ്. വാഹനം ഓടിക്കുന്നതിൽ വളരെയധികം കരുതൽ വേണ്ട കാലമാണ്. സ്ഥാനമാനങ്ങൾ പ്രതീക്ഷിക്കുന്ന ആളുകൾക്ക് വളരെയധികം നിരാശ വന്നു ചേരും. സുപ്രധാന കാര്യങ്ങളിൽ തിടുക്കത്തിൽ തീരുമാനം കൈക്കൊണ്ട് കുഴപ്പത്തിലാകുവാനും ഇടയുള്ള കാലമാണ്. കൃത്യനിർവഹണത്തിൽ തടസ്സങ്ങൾ വന്നു ചേരും. നിങ്ങളുടെ മാതാപിതാക്കളുടെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധയുണ്ടാകേണ്ട കാലമാണ്. വസ്തുവിൽപ്പനയുടെ കാര്യത്തിൽ അവസാന നിമിഷം ഇച്ഛാഭംഗം സംഭവിക്കാം. വലിയ തോതിൽ മുതൽ മുടക്കിയുള്ള യാതൊരു ബിസിനസ്സും ഈ കാലഘട്ടത്തിൽ വിപുലീകരിക്കുവാൻ ഗൃഹാനുകൂല്യമില്ലെന്ന കാര്യം ഓർമ്മയിൽ വേണം. തൊഴിലിടത്തിൽ സ്വൈര്യക്കുറവുണ്ടാകുവാനും ഇടയുള്ള കാലമാണ്. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മകയിരം 3, 4 പാദങ്ങൾ. തിരുവാതിര പുണർതം 1, 2, 3 പാദങ്ങൾ. 3-ാം ഇടത്തിലാണ് കുജകേതു യോഗം വരുന്നത്. പാപഗ്രഹങ്ങൾക്ക് അനുകൂലമായ രാശിയാണ് 3-ാം ഇടം. ആത്മവിശ്വാസം നിങ്ങളുടെ വാനമോളം ഉയരുന്നതാണ്. പ്രയത്നിക്കുവാനുള്ള സന്നദ്ധത സംജാതമാകും. ലഘുശ്രമത്താൽ വിപുലമായ നേട്ടങ്ങൾ
കൊയ്യുവാൻ കഴിയും. മറഞ്ഞും തെളിഞ്ഞും എതിർപ്പുകളെ മറികടന്ന് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതാണ്. എല്ലാവിധ മത്സരങ്ങളിലും വിജയം നേടും. ധനപരമായി ഉത്കർഷം ഭവിക്കുന്നതാണ്. കിട്ടാക്കടങ്ങളെല്ലാം കൈവന്നു ചേരും. വ്യാപാരത്തിലായാലും വ്യവസായത്തിലായാലും പുതിയ പുതിയ ചുവടുവയ്പ്പുകൾ നടത്തുവാൻ കഴിയുന്നതാണ്. തൊഴിൽ തേടുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ അർഹമായ അവസരങ്ങൾ നിങ്ങൾക്ക് കൈവന്നു ചേരും. കിടപ്പ് രോഗികൾക്ക് വളരെയധികം ആശ്വാസം ഭവിക്കുന്ന കാലമാണ്. ഭൗതികമായ ഉയർച്ചകൾ വന്നു ചേരും. ഭാവിയെ മുൻനിർത്തി ചില നിക്ഷേപങ്ങൾ നടത്തുവാൻ കഴിയും. സമൂഹത്തിൻ്റെ ആദരവ് ലഭിക്കുന്ന കാലമാണ്. ആരോഗ്യ സൗഖ്യം എല്ലാ രീതിയിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. പുണർതം 4-ാം പാദം, പൂയം, ആയില്യം. 2-ാം ഇടത്തിലാണ് ചൊവ്വയും കേതുവും സംഗമിക്കുന്നത്. അതിനാൽ തന്നെ 2-ാം ഇടത്തിൽ സ്ഥിതി, അഷ്ടമത്തിൽ നോട്ടം എന്നിവ അത്ര അനുകൂലമല്ല. വാക്കുകൾക്ക് അറിയാതെ തന്നെ പാരുഷ്യം വന്നുചേരും. വാഗ്ദാന ലംഘനം ഭവിക്കാം. ദുരാരോപണങ്ങൾ കേൾക്കുവാനും ഇടയുണ്ട്. സാക്ഷി നിന്നതിൻ്റെ പേരിൽ വിരോധം ഭവിക്കാം. ഉപരി വിദ്യാഭ്യാസത്തിനായി നടത്തുന്ന പരിശ്രമങ്ങൾ വിളംബത്തിലാകുവാൻ ഇടയുണ്ട്. കുടുംബനാഥനാണ് 2-ാം ഇടം. അതിനാൽ തന്നെ ദാമ്പത്യത്തിൽ സ്വരച്ചേർച്ച കുറയുന്ന കാലമാണ്. ധനവരവിൽ വളരെയധികം മാന്ദ്യം ഭവിക്കും. നല്ല കാര്യങ്ങൾക്കായി ഫലം കാണുവാൻ ഇരട്ടി അധ്വാനം ആവശ്യമായി വരുന്നതാണ്. മുറിവ്, വ്രണം, തീപ്പൊള്ളൽ, വാഹന അപകടങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. പ്രണയിക്കുന്ന ആളുകൾക്ക് ബന്ധശൈഥില്യം ഏർപ്പെടാം. ഊഹക്കച്ചവടത്തിൽ നഷ്ടം ഭവിക്കാം. മുഖരോഗങ്ങൾ വിഷമിപ്പിക്കുവാനും ഇടയുള്ള കാലമാണ്. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. മകം, പൂരം, ഉത്രം 1-ാം പാദം. ജന്മരാശിയിലാണ് ചൊവ്വ സംഗമിക്കുന്നത്. 12, 8 ജന്മരാശി എന്നീ ഭാവങ്ങളിൽ പാപഗ്രഹങ്ങൾ സഞ്ചരിക്കുമ്പോൾ ആപത്ത് കാലമാണ് വന്നു ചേരുക. അതിനാൽ തന്നെ ചിങ്ങരാശിക്കാർ മനോവാകർമ്മങ്ങളിൽ വളരെയധികം കരുതൽ പുലർത്തേണ്ട കാലമാണ്. ആരോഗ്യം നിങ്ങളെ ബാധിക്കപ്പെടാം. മാനസിക പിരിമുറുക്കം ഉയരുന്ന കാലമാണ്. കലഹവാസനയും ക്ഷോഭവും വളരെയധികം നിയന്ത്രിക്കപ്പെടണം. ദാമ്പത്യത്തിൽ ഓരോരോ പ്രശ്നങ്ങൾ തലപൊക്കാം. കൂട്ടുകച്ചവടത്തിൽ നിന്നും പിരിഞ്ഞാലോ എന്ന ആലോചന ശക്തിപ്പെടുന്നതാണ്. യാത്രകളെല്ലാം ക്ലേശകരമാകും. ലക്ഷ്യത്തിലെത്തുവാൻ ചുറ്റിവളഞ്ഞ് സഞ്ചരിക്കുക എന്ന അനുഭവം വരുവാൻ ഇടയുണ്ട്. വിലപ്പെട്ട വസ്തുക്കൾ കൈമോശം വരാതെ തന്നെ സൂക്ഷിക്കേണ്ടതാണ്. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ തിരിച്ചടികൾ വന്നുചേരും. ഔദ്യോഗികപരമായി അർഹതയുള്ള അവകാശങ്ങൾ നേടിയെടുക്കുക എന്ന കാര്യം വളരെയധികം വിഷമകരമാകും. ബിസിനസ്സിൽ ലാഭം കുറയുന്ന കാലമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അടുത്തത് കന്നി രാശിക്കാരാണ്. ഉത്രം 2, 3, 4 പാദങ്ങൾ. അത്തം, ചിത്തിര 1, 2 പാദങ്ങൾ. 12-ാം ഭാവത്തിലാണ് ചൊവ്വയും കേതുവും ഒത്തുചേരുക. 12-ാം ഇടത്തിലെ പാപഗ്രഹങ്ങളുടെ സഞ്ചാരം ദുർവ്യയത്തിനും ധനപരമായ ക്ലേശങ്ങൾക്കും ഇടവരുത്തും. കടബാധ്യത അധികരിക്കുന്ന കാലമാണ്. വീട് വിട്ടു നിൽക്കേണ്ടി വരും. ഉറ്റവരുമായി അകലുവാൻ ഇടയുണ്ട്. ലക്ഷ്യത്തിലെത്തുവാൻ ഇരട്ടി ഊർജം നിങ്ങൾക്ക് ചെലവഴിക്കേണ്ട സ്ഥിതി വന്നു ചേരും. യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടുവാൻ വിഷമിക്കേണ്ടതാണ്. ലഘുവായ സമ്മർദ്ദത്തിൽ പല കാര്യങ്ങൾ പോലും വലിയ രീതിയിലുള്ള തളർച്ച വന്നു ചേരും. ആത്മശക്തി നിങ്ങളുടെ ചോരുവാൻ ഇടയുണ്ട്. ഉദ്യോഗസ്ഥർക്ക് ദൂരദിക്കിലേക്ക് സ്ഥലം മാറ്റപ്പെടാം. യാത്രകൾ എല്ലാ രീതിയിലും നിങ്ങൾക്ക് ദുരിതം സമ്മാനിക്കും. പ്രതീക്ഷിച്ച നേട്ടങ്ങൾ അനർഹർ തട്ടിയെടുക്കുന്നത് കണ്ടു നിൽക്കേണ്ട സാഹചര്യം വന്നു ചേരും. നവസംരംഭങ്ങൾ ഇപ്പോൾ നിങ്ങൾ യാതൊരു രീതിയിലും തുടങ്ങരുത്. വിവാഹിതർക്കിടയിൽ കലഹം ഭവിക്കാം. ആരോഗ്യകാര്യത്തിൽ വളരെയധികം ജാഗ്രത പുലർത്തേണ്ട കാലം കൂടിയാണ് നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് തുലാം രാശിക്കാരാണ്. ചിത്തിര 3, 4 പാദങ്ങൾ. ചോതി, വിശാഖം 1, 2, 3 പാദങ്ങൾ. ചൊവ്വ കേതു യോഗത്തിൻ്റെ ഏറ്റവും നല്ല ഗുണഭോക്താക്കൾ തുലാം രാശിക്കാരാണ്. സർവാഭീഷ്ട സ്ഥാനം എന്നറിയപ്പെടുന്ന 11-ാം ഇടത്തിലാണ് ഈ യോഗം ഭവിക്കുന്നത്. പലതരം നേട്ടങ്ങൾ വന്നു ചേരും.
ശനിയും വ്യാഴവും ഇഷ്ടഭാവങ്ങളിൽ തുടരുകയാണ്. ഇപ്പോൾ കേതുവും ചൊവ്വയും കൂടി ഇഷ്ടഭാവത്തിൽ വരുമ്പോൾ നാനാപ്രകാരമുള്ള അഭിവൃദ്ധി നിങ്ങൾക്ക് വന്നു ചേരും. മത്സരങ്ങളിൽ അനായാസ ജയിക്കുന്നതാണ്. വ്യവഹാരങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ വിധി വരും. ഭൂമി, വീട് ഇവ വാങ്ങുവാനുള്ള സാധ്യതയുണ്ട്. അപ്രതീക്ഷിത ധനാഗമം നിങ്ങൾക്ക് എല്ലാ രീതിയിലും പ്രതീക്ഷിക്കാം. സഹോദരങ്ങൾക്ക് വഴി കാട്ടിക്കൊടുക്കുവാനും കഴിയുന്നതാണ്. തൊഴിൽ അന്വേഷിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ന്യായമായ വരുമാനം ലഭിക്കുന്ന തൊഴിൽ വന്നു ചേരും. സംഘടനകളിൽ നേതൃത്വ പദവി വഹിക്കുവാൻ കഴിയും. ബിസിനസ്സിൽ ധനലാഭം ഉയരും. കടങ്ങളെല്ലാം തിരിച്ചു കിട്ടുന്നതാണ്. പ്രണയം വിവാഹത്തിലേക്ക് നീങ്ങും. നാട്ടിലും തൊഴിലിടത്തിലും ബഹുമാനാദരങ്ങൾ കൈവന്നു ചേരുന്നതാണ്. ആരോഗ്യപരമായി എല്ലാ രീതിയിലും നിങ്ങൾക്ക് സൗഖ്യം അനുഭവപ്പെടുകയും ചെയ്യും. ലോട്ടറി, ചിട്ടി, നറുക്കെടുപ്പ് എന്നിവയിൽ നിന്ന് നിങ്ങൾക്ക് അപ്രതീക്ഷിത ധനാഗമങ്ങൾ പ്രതീക്ഷിക്കാം. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വിശാഖം 4-ാം പാദം, അനിഴം തൃക്കേട്ട. 10-ാം ഭാവത്തിൽ ചൊവ്വയും കേതുവും സംഗമിക്കുന്നത് വലുതായ ദോഷമായി പരിഗണിക്കുവാൻ സാധിക്കില്ല. എന്നാൽ തിക്താനുഭവങ്ങൾ തൊഴിൽ മേഖലയിൽ വന്നു ചേരും. തിടുക്കത്തിൽ പല കാര്യങ്ങളും ചെയ്ത് അബദ്ധത്തിലെത്തുന്നതാണ്. മേലധികാരികൾ വിരോധിച്ചേക്കാം. സഹപ്രവർത്തകരുമായി കലഹങ്ങൾക്ക് സാധ്യതയുണ്ട്. സമയബന്ധിതമായി ചുമതലകൾ പൂർത്തിയാക്കുവാൻ കഴിയാതെ വരുന്നതാണ്. വാഹന നിയമങ്ങൾ തെറ്റിക്കപ്പെടുകയാൽ പിഴ ഒടുക്കേണ്ടി വന്നേക്കാം. നിങ്ങളുടെ വീടിനടുത്തേക്കുള്ള സ്ഥലം മാറ്റത്തിന് കാത്തിരിപ്പ് തുടരപ്പെടേണ്ടി വരും. നവസംരംഭങ്ങൾ തുടങ്ങുന്നതിന് ഒട്ടും കാലം അനുകൂലമല്ല. ഉപഭോക്താക്കളെ ആകർഷിക്കുവാനുള്ള വിപണന തന്ത്രങ്ങൾ വിഫലമാകുന്നതാണ്. മത്സരങ്ങളിൽ നിങ്ങൾ പ്രതീക്ഷിച്ച വിജയം അകലെയാകും. കുടുംബജീവിതത്തിൽ സംതൃപ്തി ശരാശരി ഭവിക്കുന്നതാണ്. അടുത്തത് ധനു രാശിക്കാരാണ്. മൂലം, പൂരാടം, ഉത്രാടം 1-ാം പാദം. ധനു രാശിക്കാർക്ക് 9-ാം ഭാവത്തിലായിട്ടാണ് കുജനും കേതുവും ഒരുമിക്കുന്നത്. പാപഗ്രഹങ്ങൾ ഭാഗ്യഭാവമായ 9-ാം ഇടത്തിൽ സഞ്ചരിക്കുന്നത് പ്രതികൂലമായ ഫലങ്ങൾ സമ്മാനിക്കും. നേട്ടങ്ങൾ കപ്പിനും ചുണ്ടിനുമിടയിൽ എന്നോണം നഷ്ടമാകാം. വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിച്ച കോഴ്സുകളിലോ ആഗ്രഹിച്ച കലാശാലകളിലോ പ്രവേശനം വന്നു ചേരില്ല. അച്ഛനും അമ്മയ്ക്കും സുഖക്കുറവ് ഭവിക്കാം. തീരുമാനങ്ങളിൽ നിങ്ങൾ കുറച്ചു നിൽക്കുവാൻ സാധിക്കില്ല. ബിസിനസ്സിൽ പലതരം തടസ്സങ്ങൾ വന്നു ചേരും. കുടുംബ അംഗങ്ങൾക്കിടയിൽ ഭിന്നമായ അഭിപ്രായം പറയുന്നതാണ്. ഉപാസനകൾ, ക്ഷേത്രാടനം എന്നിവ തടസ്സപ്പെടാം. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ക്ലേശമുള്ള ഷിഫ്റ്റിൽ പ്രവർത്തിക്കേണ്ടതായി വരുന്നതാണ്. നിങ്ങളെ സഹായിക്കാമെന്ന് ഏറ്റവർ വാക്കു പാലിക്കില്ല. സ്വഭാവത്തിൽ അറിഞ്ഞോ അറിയാതെയോ പരുക്കൻ മട്ടുകൾ ഇടം പിടിക്കുന്നതാണ്. അടുത്തത് മകരം രാശിക്കാരാണ്. ഉത്രാടം 2, 3, 4 പാദങ്ങൾ. തിരുവോണം, അവിട്ടം 1, 2 പാദങ്ങൾ. ചൊവ്വയും കേതുവും ചേർന്ന് അഷ്ടമഭാവത്തിൽ സഞ്ചരിക്കുകയാൽ ഒട്ടും തന്നെ അനുകൂലമല്ലാത്ത കാലമാണെന്ന് ഓർമ്മയിൽ വെക്കുന്നത് ഗുണകരമാകും. തീരുമാനങ്ങൾ പുനരാലോചിക്കണം. റിസ്ക് സാധ്യത തെറ്റല്ലെങ്കിലും ഉള്ള കാര്യങ്ങൾ, അത് സാമ്പത്തികമാകാം, വസ്തു വാങ്ങുന്നതുമാകാം, യാത്രകളാകാം, ഇവയെല്ലാം ഒഴിവാക്കുകയാണ് അഭികാമ്യം. അധികാരികളുടെ അപ്രീതി ഭവിക്കും. സുഹൃത്തുക്കൾക്ക് നമ്മൾ അറിയാത്ത ഒരു വശം ഉണ്ടെന്നറിയുന്നതാണ്. ബന്ധുക്കളുടെ വാഗ്ദാനങ്ങൾ ജലരേഖകളായി മാറും. വിദേശത്തുള്ള ആളുകൾക്ക് തൊഴിൽ തടസ്സങ്ങളോ അനിശ്ചിതത്വമോ ഏർപ്പെടുന്നതാണ്. അഗ്നി, ആയുധം, യന്ത്രം, വൈദ്യുതി, വാഹനം എന്നിവയുടെ ഉപയോഗത്തിൽ വളരെയധികം കരുതൽ വേണ്ടതുണ്ട്. ജാമ്യം നിൽക്കുക, സാക്ഷ്യം പറയുക, ഇവയിൽ കരുതൽ പുലർത്തണം. ഭാഗ്യാനുഭവങ്ങൾ കൈവിട്ടു പോകുന്ന പ്രീതി ഭവിക്കുന്നതാണ്. അടുത്തത് കുംഭം രാശിക്കാരാണ്. അവിട്ടം 3, 4 പാദങ്ങൾ. ചതയം, പോരുരുട്ടാതി 1, 2, 3 പാദങ്ങൾ. 7-ാം ഭാവത്തിലാണ് ചൊവ്വയും കേതുവും ഒന്നിക്കുന്നത്. പ്രണയത്തിൽ ശൈഥില്യം ഭവിക്കാം. ദാമ്പത്യത്തിലും തർക്കങ്ങൾ ഏർപ്പെടുവാൻ ഇടയുണ്ട്. ജോലി വശാലോ മറ്റു കാരണങ്ങളാലോ ഭാര്യ ഭർത്താക്കന്മാർ വ്യത്യസ്ത ദിക്കുകളിൽ കഴിയുവാനുള്ള സാഹചര്യം തള്ളിക്കളയുവാനാവില്ല. സഞ്ചാരം കൊണ്ട് നിങ്ങൾക്ക് പ്രതീക്ഷിച്ച നേട്ടങ്ങൾ ഭവിക്കില്ല.
പാർട്ട്ണർഷിപ്പോ ബിസിനസ്സോ നഷ്ടത്തിലാകാം. വിപണന തന്ത്രങ്ങളെല്ലാം പാളുന്നതാണ്. ചെറുപ്പക്കാരായ ആളുകളുടെ വിവാഹാലോചനകൾ നീളും. വിലപിടിച്ച വസ്തുക്കൾ കളഞ്ഞു പോകുവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ വഹിക്കുന്ന പദവിയിൽ നിന്നും തരം താഴ്ത്തപ്പെടാം. എതിർ ലിംഗത്തിലുള്ള ആളുകളുടെ വിരോധത്തിന് പാത്രമാകും. ആരോഗ്യ പരിപാലനത്തിൽ ശ്രദ്ധ വളരെയധികം പുലർത്തേണ്ടതാണ്. പകർച്ചവ്യാധികൾ നിങ്ങളെ അലട്ടും. ഗൃഹനിർമ്മാണത്തിന് ആവശ്യമായ ധനം കണ്ടെത്താനാവാതെ വിഷമിക്കേണ്ടി വരുന്നതാണ്. അടുത്തത് മീനം രാശിക്കാരാണ്. പൂരുരുട്ടാതി 4-ാം പാദം, ഉത്രട്ടാതി, രേവതി. ചൊവ്വയും കേതുവും 6-ാം ഇടത്തിലാണ്. പാപഗ്രഹങ്ങൾ 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ പലതരം നേട്ടങ്ങൾ വന്നെത്തും. കഴിവിന് അംഗീകാരം സിദ്ധിക്കും. സ്വശക്തി തിരിച്ചറിയുന്നതിനാൽ ആത്മവിശ്വാസം പ്രകടമാകും. നിങ്ങളുടെ തൊഴിലിടത്തിൽ ആധികാരികതയും ആദരവും കൈവരും. ശത്രുക്കളെ തോൽപ്പിക്കുവാൻ കഴിയുന്നതാണ്. മത്സരങ്ങളിൽ വിജയം ഉറപ്പു തന്നെ. പുതിയ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കുന്നതാണ്. സ്വാശ്രയ ബിസിനസ്സിൽ ആദായം വർദ്ധിക്കും. പുതിയ ശാഖകൾ തുടങ്ങുവാൻ സാധിക്കും. രോഗാവസ്ഥയിലുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ ചികിത്സകളെല്ലാം ഫലവത്താകുന്നതാണ്. ജോലി തേടുന്ന ആളുകൾക്ക് നിയമന ഉത്തരവ് കൈവരും. കടബാധ്യതകളിൽ നിന്നും മുക്തി നേടുവാനുള്ള വഴി തെളിയുന്നതാണ്. വ്യവഹാരത്തിൽ വിജയിക്കും. ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ സമ്മാനിക്കപ്പെടുവാനും ഇടയുള്ള കാലമാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.